ഹായ് ഓൾ, സേവന ഇൻഫോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വാഹനത്തിൻ്റെ RCയെ സംബന്ധിച്ചാണ്. നമ്മുടെ വാഹനത്തിൻ്റെ RC പഴയതുപോലെ നമ്മുടെ വീടിൻ്റെ അഡ്രസ്സിൽ ഇപ്പോൾ ഡെലിവറി ആകുന്നില്ല. പകരം നമ്മൾ പരിവാഹൻ വെബ്സൈറ്റിൽ കയറിയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് കാർഡായി സൂക്ഷിക്കേണ്ടതാണ്. അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വാഹനത്തിൻ്റെ RC നമ്മുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതാണ്. ലിങ്ക് ചെയ്താൽ മാത്രമേ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ആധാർ ഫോൺ നമ്പറായിട്ട് ലിങ്ക് ചെയ്യണം. അത് അടുത്തുള്ള ഏതെങ്കിലും അക്ഷയയിൽ പോയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. നമ്മളെ പുതിയ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് നമ്മൾ ആധാറിൽ ലിങ്ക് ചെയ്യിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് മൊബൈൽ നമ്പർ നമ്മുടെ RCയുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഒരു കാര്യം ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആധാറും മൊബൈലും നമ്മൾ ആദ്യം ലിങ്ക് ചെയ്യണം. ശേഷം മാത്രമേ നമുക്ക് വാഹൻ വെബ്സൈറ്റിൽ കയറിയിട്ട് മൊബൈൽ നമ്പറും RCയും ലിങ്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷമാണ് നമുക്ക് RC വാഹൻ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുകയുള്ളൂ. അപ്പം ആദ്യം എങ്ങനെയാണ് വാഹനത്തിൻ്റെ RCയും നമ്മുടെ ആധാറും ലിങ്ക് ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ശേഷം എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നും നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക. ഇതിനു വേണ്ടി ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ശേഷം പരിവാഹൻ എന്ന് എൻ്റർ ചെയ്താൽ മതി. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഓക്കെ, പരിവാഹൻ എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഈ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പരിവാഹൻ സേവ ഫസ്റ്റത്തെ ലിങ്കിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ശേഷം വരുന്ന ഈ ഒരു വിൻഡോയിൽ ഓൺലൈൻ സർവീസ് രണ്ടാമത്തെ കണ്ടോ, അതിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, സ്റ്റേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്തിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ RTO അതോറിറ്റി സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാം. ഞാനിവിടെ എൻ്റെ വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്തിട്ടാണ് പ്രൊസീഡ് ചെയ്യുന്നത്. വെഹിക്കിൾ നമ്പർ എൻ്റർ ചെയ്യുക, ടിക്ക് ഇടുക, പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്താൽ ആ ഒരു യെല്ലോ ഇതിലും കൂടി പ്രൊസീഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും. ഇതിൽ കണ്ടോ ലാസ്റ്റിൽ മൊബൈൽ അപ്ഡേഷൻ, ആധാർ മൊബൈൽ അപ്ഡേറ്റ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. മൊബൈൽ ആധാർ അപ്ഡേറ്റ്. ഓക്കെ, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഈ വിൻഡോയിൽ നമ്മുടെ വാഹനത്തിൻ്റെ ചേസ് നമ്പറിൻ്റെ അവസാന 5 അക്ക നമ്പർ എൻ്റർ ചെയ്യുക. ഓക്കെ, അവസാന 5 അക്ക നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം വെരിഫൈ ഡീറ്റെയിൽ കൊടുക്കുക. ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ വരുന്ന വിൻഡോയിൽ നമ്മുടെ ആധാർ ബേസ്ഡ് OTP, ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് OTP വരും. അതിനുവേണ്ടി നമ്മൾ ആധാർ OTP ക്ലിക്ക് ചെയ്തതിന് ശേഷം ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ടിക്ക് ചെയ്യുക, കോളം ടിക്ക് ചെയ്യുക. ശേഷം നമ്മൾ OTPക്ക് കൊടുക്കുക. ഓക്കെ, ആദ്യം നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്യണം. ഓക്കെ, ശേഷം അത് ടിക്ക് ചെയ്തതിന് ശേഷം ഗെറ്റ് OTP കൊടുക്കുക. ഗെറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിൽ നമുക്ക് OTP കൊടുക്കാനുള്ള കോളം വരും. അതിൽ OTP കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ശേഷം വാലിഡേറ്റ് OTP കൊടുക്കുക. ഓക്കെ, OTP വന്നിട്ടുണ്ട്. ഞാൻ വാലിഡേറ്റ് എൻ്റർ ചെയ്തിട്ട് വാലിഡേറ്റ് OTP കൊടുത്തു. വാലിഡേറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും. ഈ ഒരു വിൻഡോയിൽ നമ്മുടെ വെഹിക്കിൾ നമ്പർ കൊടുക്കണം. അതുപോലെ ചേസ് നമ്പർ ഫുൾ എൻ്റർ ചെയ്യണം. എൻജിൻ നമ്പർ ഫുൾ എൻ്റർ ചെയ്യണം. ശേഷം നമ്മുടെ രജിസ്ട്രേഷൻ ഡേറ്റ്, അതിൽ നമ്മുടെ RC എടുത്ത് നോക്കിയാൽ അതിലെല്ലാം ഉണ്ടാവും. അതുപോലെ കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക. ശേഷം ഷോർട്ട് ഡീറ്റെയിൽ കൊടുത്താൽ മതി. ഓക്കെ, RC നമ്മുടെ കയ്യിൽ വേണം. RC എടുത്തിട്ട് RCയിലുള്ള ഡീറ്റെയിൽ കറക്റ്റ് കൊടുത്ത് ഓക്കെ ഷോർട്ട് ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും. ഇതിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് നമ്മുടെ ആധാറിൽ നമ്മുടെ പേര് എങ്ങനെയാണോ അത് കറക്റ്റ് ആധാർ പോലെ നമ്മൾ നമ്മുടെ പേര് എൻ്റർ ചെയ്യുക. ആധാറിൽ എങ്ങനെയാണോ അതുപോലെ എൻ്റർ ചെയ്യുക. ശേഷം അടുത്ത കോളത്തിൽ ആധാറുമായി ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പറും എൻ്റർ ചെയ്യുക. ആദ്യം നമ്മുടെ ആധാറിലുള്ള പോലെ പേര് എൻ്റർ ചെയ്യുക. ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓക്കെ താഴേക്ക് വരിക. എന്നിട്ട് എഗ്രി ക്ലിക്ക് ചെയ്തതിന് ശേഷം വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും. നമ്മുടെ ആധാർ ലിങ്ക് ആയിട്ടുള്ള ഫോൺ നമ്പറും പേരും അവിടെ കറക്റ്റ് കാണിക്കും. അതിനുശേഷം നമ്മൾ അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ആധാർ RCയുമായി ലിങ്ക് ചെയ്യുന്നത്. ഓക്കെ,
ഇനി നമുക്ക് RC എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം പരിവാഹൻ എന്ന് എൻ്റർ ചെയ്യുക. ഓക്കെ, പരിവാഹൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു 4 ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റത്തെ ലിങ്കിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും. ഇതിൽ ഓൺലൈൻ സർവീസ് കണ്ടോ, വെഹിക്കിൾ റിലേറ്റഡ് സർവീസ്, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ശേഷം നമ്മുടെ സ്റ്റേറ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. ശേഷം വരുന്ന വിൻഡോയിൽ ഒന്നുകിൽ നമ്മുടെ RTO രജിസ്റ്റർ KL 65 KL 10 ഏതാണോ അത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി നമ്പർ തന്നെ അവിടെ രജിസ്ട്രേഷൻ നമ്പർ ഓക്കെ അതടിച്ചിട്ട് പ്രൊസീഡ് കൊടുത്താൽ മതി. ഓക്കെ, ശേഷം ഇങ്ങനെ വരും. വന്നു കഴിഞ്ഞാൽ വീണ്ടും പ്രൊസീഡ് കൊടുക്കുക. ആ യെല്ലോ കളറിലുള്ള പ്രൊസീഡിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും. ഈ ഒരു വിൻഡോയിൽ കണ്ടോ കുറേ ഓപ്ഷൻസുകളുണ്ട്. അതിൽ കണ്ടോ ഡൗൺലോഡ് ഡോക്യുമെൻറ്റ്സ്, അതിൽ പ്രിൻ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് മൂന്നാമത്തത് കണ്ടോ, ഡൗൺലോഡ് ഡോക്യുമെൻറ്റിൽ മൂന്നാമത്തത് പ്രിൻ്റ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോ വരും. ഇതിൽ നമ്മുടെ വണ്ടി നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം നമ്മുടെ വാഹനത്തിൻ്റെ ചേസ് നമ്പറിൻ്റെ ലാസ്റ്റ് 5 അക്ക നമ്പറും എൻ്റർ ചെയ്യുക. ശേഷം വാലിഡേറ്റ് ഇൻഫർമേഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ വണ്ടി നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം നമ്മുടെ വാഹനത്തിൻ്റെ ചേസ് നമ്പറിൻ്റെ ലാസ്റ്റ് 5 അക്കം എൻ്റർ ചെയ്തതിന് ശേഷം വാലിഡേഷൻ ചെയ്യുക. വാലിഡേറ്റ് ഇൻഫർമേഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം OTP ജനറേറ്റ് OTP കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP എൻ്റർ ചെയ്ത് ഷോ ഡീറ്റെയിൽ കൊടുക്കുക. ഓക്കെ, ഷോ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ RC അവിടെ PDF രൂപത്തിൽ ഓപ്പൺ ആകും. ഓക്കെ, അത് നമുക്ക് സേവ് ചെയ്ത് കാർഡാക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഷോ ഡീറ്റെയിൽ കൊടുക്കുക. OTP അടിച്ചതിന് ശേഷം RC ഓപ്പൺ ആകും. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും RC ഓപ്പൺ ആയി വരിക. ഓക്കെ, ഇത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്കത് സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കത് കാർഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.